നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിനീത് കെ പി, കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ഫ്രം KM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലാഡർ ക്യാൻസറിനെ കുറിച്ചാണ്. ബ്ലാഡർ ക്യാൻസർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നോൺ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ, മറ്റേത് ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ. ഇതിന് ഡിഫറൻസ് വരുന്നത് മസിലിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നോൺ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഏർലി സ്റ്റേജ് ക്യാൻസറായിട്ട് നമുക്ക് കണക്കാക്കാം. ഇൻവേസീവ് ക്യാൻസർ എന്ന് പറയുന്നത് അതിനെ നമുക്ക് ലേറ്റർ സ്റ്റേജായിട്ടും കണക്കാക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോൺ ഇൻവേസീവ് ക്യാൻസേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ്, എങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് മോസ്റ്റ്ലി എല്ലാ ബ്ലാഡർ ക്യാൻസറിലും സിംറ്റംസ് ഉണ്ടാകുന്നത് ഹെമച്യൂറി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് യൂറിനിൽ ബ്ലഡ്, അതുപോലെ തന്നെ ചില സമയത്ത് മൈക്രോസ്കോപ്പിക്കിലൂടെ നമുക്ക് യൂറിനിലെ ബ്ലഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അർജൻസി, അതായത് പിടിച്ചേർത്താൻ പറ്റില്ല, എപ്പോഴും യൂറിൻ പോകണമെന്നുള്ള ടെൻഡൻസി, ബേണിംഗ് മിക്ചറേഷൻ, ഇതെല്ലാമാണ് സിംറ്റംസ് ആയിട്ട് യൂഷ്വലി കാണുന്നത്. ബ്ലാഡർ ക്യാൻസറിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്മോക്കിംഗ് ആണ്. സ്മോക്കേഴ്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് ബ്ലാഡർ ക്യാൻസർ കണ്ടുവരുന്നത്. പിന്നെയുള്ള കാരണങ്ങൾ ഒന്ന് കെമിക്കൽ എക്സ്പോഷറാണ്. അതിനകത്ത് വരുന്ന ഡൈ, അതുപോലെ റബ്ബർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പെയിൻറ്റിങ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കൂടുതലായി കണ്ടുവരാറുണ്ട്. പിന്നെ ഉള്ളത് ന്യൂറോജനിക് ബ്ലാഡർ ഉള്ളവർക്ക്, ക്രോണിക് കത്തീട്രൈസേഷനൊക്കെ ഉള്ളവർക്കും ഇതുപോലെ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാരണമാണ് ബ്ലാഡർ കാൽക്കുലസ്. ഒത്തിരി നാളായിട്ട് കാൽക്കുലസ് ഉള്ളവർക്കും ക്യാൻസർ കൺവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ഇവാലുവേഷൻ? മെയിനായിട്ട് നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാനോ CT സ്കാനോ എടുത്താണ് ഇതിനെ ആദ്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് അറിയാൻ പറ്റും ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില കേസുകളിൽ ഏർലി സ്റ്റേജിൽ ചിലപ്പോൾ ഇവയ്ക്ക് അൾട്രാസൗണ്ടിലോ CT സ്കാനിലോ പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സിസ്റ്റോസ്കോപ്പി നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക്കിലൂടെ നമ്മൾ ബ്ലാഡറിനെ കാണുകയാണ്. സോ ഏർലി സ്റ്റേജസ്, വളരെ ഏർലി സ്റ്റേജസ് നമുക്കതുവഴി പിക്ക് ചെയ്യാൻ പറ്റും. നോൺ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള TURBT എന്ന പ്രൊസീജിയറാണ്. TURBT എന്ന് പറഞ്ഞാൽ ട്രാൻസ്യൂറൽ റിസെക്ഷൻ ഓഫ് ബ്ലാഡർ ട്യൂമർ. ഇത് യൂറിൻ്റെ ട്യൂബ് വഴി തന്നെ പോയി ബ്ലാഡർ ട്യൂമറിനെ നീക്കം ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇത് നോൺ ഇൻവേസീവ് ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് റിക്കവറി ഉണ്ടാകുന്നതായിട്ടുള്ള പ്രൊസീജിയറാണ്. ഇതിൻ്റെ റിപ്പോർട്ട്, അതായത് ഇത് നമ്മൾ ബയോപ്സിക്ക് അയച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് അനുസരിച്ചാണ് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡിവൈസ് ചെയ്യുന്നത്. അതിനകത്ത് 3 കാറ്റഗറീസ് ഉണ്ട്. ലോ റിസ്ക് കാറ്റഗറി, ഇൻ്റർമീഡിയറ്റ് റിസ്ക് കാറ്റഗറി, ഹൈ റിസ്ക് കാറ്റഗറി. ഇതിനകത്ത് ഇൻ്റർമീഡിയറ്റും ഹൈ റിസ്ക് കാറ്റഗറിയിൽ നമ്മൾ BCG ഇൻട്രാവെസിക്കൽ തെറാപ്പിയായി നൽകുന്നു. സോ എന്താണ് ഈ നോൺ ഇൻവേസീവ് മസിൽ ക്യാൻസറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിക്കറൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള സിസ്റ്റോസ്കോപ്പിക് ഫോളോ അപ്പ് അത്യാവശ്യമാണ്.